കരിമ്പനി സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ നാളെ ആരോഗ്യവകുപ്പിന്റെ വിദഗ്ധ സംഘം പരിശോധന നടത്തും. 2 പേർക്ക് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചതും 13 പേരിൽ രോഗലക്ഷണങ്ങൾ വ്യാപിച്ചതും സംഘം വിലയിരുത്തും. ചിറ്റാരിപ്പറമ്പ് മാനന്തേരി ലക്ഷംവീട് കോളനിയിലെ താമസക്കാരനും തളിപ്പറമ്പ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിയുമായ ഷിനോജ് ചെമ്പനാണ് കഴിഞ്ഞ ദിവസം കരിമ്പനി സ്ഥിരീകരിച്ചത്. 7-ാം തീയതി പനി ബാധിച്ച് തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഷിനോജിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. അവിടെ നടത്തിയ രക്തപരിശോധനയിലാണ് കരിമ്പനിയാണെന്ന് വ്യക്തമായത്. കണ്ണൂർ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആദ്യ കരിമ്പനി കേസാണിതെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗബാധ സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്തുന്നതിനാണ് വിദഗ്ധ സംഘം നാളെ ജില്ലയിലെത്തുന്നത്. അതേസമയം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ചെറുപറമ്പ് സ്വദേശിയായ സ്കൂൾ വിദ്യാർത്ഥിക്ക് ഡിഫ്തീരിയ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതോടെ ജില്ലയിൽ ഡിഫ്തീരിയ ബാധിച്ചവരുടെ എണ്ണം 2ആയി. 13 പേരിൽ രോഗലക്ഷണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് കരിമ്പനി കൂടുതലായി കണ്ടുവരുന്നത്. കൊതുകിന്റെ 4-1 വലിപ്പം പോലുമില്ലാത്ത മണലീച്ചയാണ് രോഗം പരത്തുന്നതെന്ന് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വാസസ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും വിദഗ്ധ സംഘം സന്ദർശനം നടത്തിയേക്കും. റിപ്പോർട്ടർ, കണ്ണൂർ.